മൈ വേ ബൈ കല്യാണം ഏറി കയറി പിന്നെ അവിടെ ഇരുന്ന് പല സാധനങ്ങളും ഇങ്ങനെ ഇടണ്ട്. കേരളാണ്ട് പിന്നെ എന്താണെങ്കിലും പിടിച്ചാൽ കിട്ടില്ലല്ലോ. പുള്ളിക്കാരി എന്ത് കാണിച്ചാലും പറന്നങ്ങനെ നടക്കൂലോ. അതായത് എന്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള ഒരു സ്ഥാപനത്തിൽ സ്വന്തം മുഖത്ത് വന്നപ്പം ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാൻ പോയി. കാരണം സ്വന്തം ചികിത്സ വേണ്ടെന്ന്. അപ്പോൾ അത്രയ്ക്കും വിശ്വാസമുണ്ട് സ്വന്തം ചികിത്സയിൽ. മറ്റുള്ളവരെ പറഞ്ഞ് പറ്റിക്കുകയാണെന്നുള്ള ബോധം കല്യാണിക്ക് നന്നായിട്ടുണ്ട്. ഓ, അവർ കാണിച്ചു കൊടുത്ത ആ പ്രൊഡക്ട്സ് ഒക്കെ മേടിച്ച് ഉപയോഗിച്ചവരുടെ അവസ്ഥ എങ്ങനെയാണോ? എല്ലാവരുടെയും അല്ല, ചിലവർക്ക് ഫലപ്രദമായി കാണും. ഫലപ്രദമാവാത്ത സെൻസിറ്റീവ് സ്കിന്നുള്ളവരുടെ അവസ്ഥയൊക്കെ എന്തായി കാണുമാവും. കാരണം അവർ ഒരു ദിവസം ചിലപ്പോൾ 3 നേരം 3 സാധനം തേച്ചു എന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യനും കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ അത് ഉപയോഗിച്ചവർക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു അത്ഭുതം, സംശയവും. പുള്ളിക്കാരി തന്നെ പറയേണ്ടത് മുഖത്തൊരു പാട് വന്ന് ചികിത്സിക്കാൻ പോയതെന്ന്. അതേ പുള്ളിക്കാരി തന്നെ പറയേണ്ടത് ആ പാട് ഒരു പാരമ്പര്യമായിട്ട് വന്ന പാടാണെന്ന്. സ്വന്തമായിട്ട് 2 സൈസിലും പറയുന്നുണ്ട്. ഏതാണാവോ വിശ്വസിക്കേണ്ടത്? ആരെ കണക്കുപോലും കൂട്ടാറിയാൻ പാടില്ലാത്ത ഇവർ പറഞ്ഞ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ മേടിച്ച് ഉപയോഗിച്ചവരുടെ കാര്യം. ഒക്ടോബർ മുതൽ ഇവർ ആ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് പോകുന്നതാണ്. എന്നിട്ട് ജൂൺ 1-ാം തീയതി അവിടെ പോയി വീഡിയോ എടുത്തു. അത് ഇതെന്നും അവരുടെ ചാനലിൽ അവർ വീഡിയോ ഇട്ടിട്ടുമുണ്ട്. എന്നിട്ട് അവർ 6.25 മാസം എന്നാണ് പറയുന്നത്. ഒക്ടോബർ മുതൽ ജൂൺ വരെ ചികിത്സയ്ക്ക് പോയി. അവർ പറയുന്നത് ഞാൻ 8 മാസം ചെന്നു എന്നാണ് കേട്ടോ. പക്ഷെ 8 മാസം അല്ല, നമ്മൾ ഒക്ടോബർ 9-നാണ് ചെന്നത്. പിന്നെ നമ്മൾ 6.25 മാസത്തോളെ ചെന്നിട്ടുള്ളൂ. പോട്ടെ, മെയ് വരെ പോലും 8 മാസം. അപ്പോൾ ഡോക്ടർക്ക് കണക്കറിയാലോ. അവർ ബുദ്ധിയുള്ളതുകൊണ്ടല്ലേ ഡോക്ടറായിട്ട് ആ ഫീൽഡിൽ ഇരിക്കുന്നത്. അവരൊരു സ്ഥാപനം നടത്തുന്ന ആൾക്കാരാണല്ലോ. അങ്ങനെ ബില്ലിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്. ഇതുവരെ ആ സ്ഥാപനം ഈ കല്യാണി ആവശ്യപ്പെട്ട സാധനങ്ങളൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. ഈ 8 മാസവും അവിടെ തുടർ ചികിത്സയായിട്ട് പോയിക്കൊണ്ടിരിക്കുമോ? എന്തെങ്കിലും ഒരു മാറ്റം ഇല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുത്തതിനെ തുടർന്ന് കല്യാണിക്ക് മുഖത്ത് കുരു ഉണ്ടായി എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയണത്. എന്തിനാണെന്നേ ഈ 10-75 കിലോമീറ്റർ യാത്ര ചെയ്ത് വേറെ എല്ലായിടത്തും ചികിത്സയ്ക്ക് പോയത്? ഇവരുടെ സ്വന്തം നാടായ കൊല്ലത്തേനെ ത്വക്കുരോഗ വിദഗ്ധരുണ്ടാവും. പോയി കണ്ടാൽ പോരായിരുന്നു? എന്തായാലും അവർക്ക് ഒരു ഉപകാരം ഉണ്ടായി. കല്യാണിനെ കൊണ്ട് വൈറലായല്ലോ. സ്ഥാപനത്തിനൊരു പേരായി. ചീത്തപ്പേരുണ്ടാക്കാണ് കല്യാണി നോക്കിയത്. പണ്ടം പല്ലിട കുത്തി നാറ്റിച്ച് കല്യാണി തന്നെയാണ്. പ്രത്യേകിച്ച് ആ ഡോക്ടർ ഒരു വ്ളോഗറുമായിട്ട് സംസാരിക്കുന്ന ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട്, അവരുടെ പ്രൈവസി ഭേദിക്കുന്ന രീതിയിലാണ് ഈ കല്യാണിയുടെ ഭർത്താവ് മറ്റേ ക്ലാസ് വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്നാണ്. ചിലപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡ്രസ്സായിട്ട് ആയിരിക്കും ഇട്ടിരിക്കുന്ന. ലേസർ ചികിത്സയുമായി ബന്ധപ്പെട്ട് രോഗികളും അങ്ങനെ ആയിരിക്കും ഇട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ലേഡീസ് മാത്രമുള്ള ഒരു ചെല്ലുന്നൊരു സ്ഥാപനമാണെന്നാണ് പറഞ്ഞത്. മറ്റുള്ള ഒരാളുടെ അനുവാദമായിട്ട് പ്രൈവസി ഭേദിക്കുന്ന രീതിയിൽ വീഡിയോസ് എടുക്കരുത് നിയമം വന്നിട്ടുള്ളതാണ്. അത് അയാളാണെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ഇകാരെ ദുർവിനിയോഗം ചെയ്തു എന്നേ ഞാൻ പറയും. കല്യാണി 2 സൈസിൽ പറഞ്ഞു, ഒന്നല്ല ഫ്രീ ചികിത്സ കൊടുക്കണം, അല്ലെങ്കിൽ കൊളാവ് താട്ടേന്ന് അവരോട് ചോദിച്ചെന്ന്. ഡോക്ടറോട് നേരിട്ട് ചോദിച്ചാണ്. കാരണം ഇത് ക്യാബിനിൽ ഡോക്ടറുമായിട്ട് സംസാരിക്കുന്ന പ്രൈവസി ഭേദിക്കുന്ന ഇടങ്ങളൊക്കെ ആയതുകൊണ്ട് അവരവിടെ CCTV വെച്ചിട്ട് കല്യാണിയും ഭർത്താവും അത് തരമായിട്ട് കണ്ടു. വേറൊരു ഹോസ്പിറ്റലുമായി കൊളാബിൽ ഏർപ്പെടാമെന്ന് കല്യാണിക്ക് എന്തോ ധാരണ ഉണ്ടായിട്ട് പുള്ളിക്കാരി അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് അവരുടെ ഫയൽ ആട്ടെ അത് ബില്ല് ആട്ടെ അങ്ങനെ ഇങ്ങനെ പണ്ട് ബഹളം ഉണ്ടാക്കി. ബില്ല് എന്തായാലും 8 മാസം ചികിത്സിച്ച സ്ഥിതിക്ക് അവർ എന്തെങ്കിലുമൊക്കെ ബില്ലായിട്ട് കൊടുക്കാണ്ടിരുന്നിട്ടുണ്ടാവില്ല. പിന്നെ ഈ കല്യാണിയുടെ ഭർത്താവ് ആ ബില്ലൊക്കെ വാട്സാപ്പ് ചെയ്ത് തരാമോ എന്നൊക്കെ പലതവണ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ അവർ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നാണ്. ഈ ഭർത്താവ് ചെന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു. ഡോക്ടർ പോലീസുകാരെ വിളിച്ചു വരുത്തി. പോലീസ് വന്ന് ഇവരെ പുറത്താക്കുവാണ്. കല്യാണി പറയുന്ന ഒരു പാട് വന്ന മുഖത്ത്, അതുകൊണ്ട് ഈ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് പോയി എന്നാണ്. പുള്ളിക്കാരി തന്നെ പറയേണ്ടത് പാരമ്പര്യമായിട്ടുള്ള പാടാണ് എന്ന്. സ്വന്തം ചികിത്സ പാടില്ല എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ. എന്തുകൊണ്ട് ഈ പാട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എന്റെ അച്ഛന്റെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം. എന്റെ അച്ഛനും ഇവിടെ നന്നായിട്ട് അത് പ്രായം കൂടും തോറും ആ ഡാർക്ക്നെസ്സിലെ ആ ഒരു കറുപ്പ് അതിങ്ങനെ കൂടി വരികയാണ്. അത് അച്ഛനുണ്ട്, അച്ഛന്റെ പെങ്ങന്മാർക്കുണ്ട്, എല്ലാവർക്കും ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. എനിക്ക് ഇങ്ങനെ പ്രായം കൂടി വരും തോറും ഇതിങ്ങനെ തെളിഞ്ഞു വന്നാലോ എന്ന് നമ്മൾ നോർമലായിട്ട് ഒരു ക്രീം ഇട്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താലോ ഒന്നും പോവില്ല. കാരണം ഇത് മെലാസ്മ പോലെ അങ്ങനെ ഫാമിലി ആയിട്ട് നമുക്ക് വരുന്നതാണോ എന്ന് എനിക്ക് ഉള്ളില് ഭയം. പാരമ്പര്യമായിട്ട് വരുന്ന സാധനമാണ് എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ അതൊരിക്കലും മാറ്റാൻ പറ്റില്ല എന്നുള്ള കാര്യം അവർക്കറിയാൻ പാടില്ല ആവും. പിന്നെ എന്തിനാണ് അവർ ചികിത്സയ്ക്ക് പോയത്? ക്ലിനിക്കിൻ്റെ ഡോക്ടറുടെ അഭിമുഖത്തിൽ അവർ പറഞ്ഞ ഏജിങ് എന്ന് പറയുന്ന സംഭവം, നമ്മൾ വയസ്സായ മനുഷ്യനാണ്, പല മാറ്റങ്ങളും എന്ത് ട്രീറ്റ്മെൻറ്റ് എടുത്താലും സംഭവങ്ങൾ നമുക്ക് മറയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. ഒന്ന് തന്നെ ചേരും.
ഈ ക്ലിനിക്കിൽ ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് കല്യാണിയുടെ മുഖത്ത് കുരുക്കൾ വന്നു, അങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. അതൊക്കെ പുള്ളിക്കാരി ആ തടിച്ചു വന്ന ഭാഗമൊക്കെ ഫോണിലെടുത്ത് ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. ചികിത്സാപ്പിഴവ് എന്ന് തോന്നിയെങ്കിൽ വേറെ ചികിത്സിച്ചാൽ പോരായിരുന്നു. ഒരു ത്വക്ക് വിദഗ്ധനെ കണ്ട് എന്തെങ്കിലും കുഴപ്പമാണോ അല്ലേ എന്നുള്ള വേറെ ഡോക്ടറെ കാണാൻ പറയാനാണ് പിന്നെയും ആ ക്ലിനിക്കിൽ തന്നെ ചികിത്സയ്ക്ക് പോയത്. കല്യാണിക്ക് എന്തായാലും 10 പൈസ മുടക്കുമില്ല, വിസയില്ല, ഒന്നുമില്ലാണ്ട് ഫ്രീ ആയിട്ട് ബഹിരാഗത്ത് ഇങ്ങനെ പറന്ന് നടക്കാൻ സാധിക്കുന്നുണ്ട്. ആലപ്പടക്കത്തിന് തീ കൊളുത്തും പോലെ കൊളുത്തി വിട്ടിട്ട് സ്വന്തം കഴിവുകൊണ്ട് സാധിച്ചാണ് കേട്ടോ ഇതൊക്കെ. കല്യാണിയുടെ വീഡിയോയിൽ വെറും 5-6 മാസത്തെ കോഴ്സ് പുച്ഛിച്ചാണ് ആ സ്ഥാപനത്തിനെ പറ്റിയൊക്കെ പറയുന്നത്. കല്യാണിക്ക് എന്ത് യോഗ്യത ഉണ്ടായിട്ട് കണക്ക് പോലും കൂട്ടാറിയാൻ പാടില്ലാത്ത കല്യാണിയാണ് ഈ പറയണതെന്ന് ഓർക്കണം. മറ്റുള്ളവരുടെ മുഖത്ത് അങ്ങനെ തേക്ക് ഇങ്ങനെ തേക്കുന്നൊക്കെ പറഞ്ഞ കണ്ട ക്രീമുകളൊക്കെ വലിച്ചു വാരി തേച്ചിട്ട് ആ ക്രീം തന്നെ പുള്ളിക്കാരിനെ വെറുത്തുപോയി കാണും. അതായിരിക്കും മുഖത്ത് പിന്നെ റിയാക്ഷനായിട്ട് വന്നത്. ഈ ക്ലിനിക്കിൽ ഇത്രയും മാസമായിട്ട് ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുമ്പോഴാണ് കല്യാണി അത് തേക്ക് ഇത് തേക്കുന്നുള്ള വീഡിയോസ് കിട്ടുകൊണ്ടിരുന്നായിരിക്കുമല്ലോ. ആ ക്ലിനിക്കിൽ നിന്ന് തരുന്ന അവരുടെ ട്രീറ്റ്മെൻറ്റും ഈ കല്യാണി സ്വന്തമായിട്ട് വാരി തേക്കുന്നതും എല്ലാം കൂടി അത് വിഷമയമായിട്ട് മാറുകയല്ലേ ചെയ്യുന്നത്. ജീവനുള്ള ശരീരത്തിലാണ് ഇതെല്ലാം തേക്കുന്നതെന്ന് ഓർക്കണം. അവരുടെ വീഡിയോ കണ്ട് അതൊക്കെ മേടിച്ച് തേക്കുന്നവർ അങ്ങനെ തന്നെ ഓർക്കണം. കല്യാണി ഹസ്ബൻഡും ആ വീഡിയോ ഒക്കെ എടുത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ തന്നെ അവർ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്തതെന്നാണ്. കല്ല് വെച്ച് നുണയാണ് ഈ കല്യാണി പറയുന്നത് മൊത്തം. അതിനു മുമ്പേ ക്ലിനിക്കാർ പരാതി വിളിച്ചു പറഞ്ഞിട്ടാണ് പോലീസൊന്ന് ഇവരെ അവിടെ നിന്ന് മാറ്റി. അല്ലാണ്ട് ഇവർ സ്വന്തം പറയുകയൊന്നുമില്ലല്ലോ.